ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിലിഫ്. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഇവിടെ എല്ലാം നോക്കും, നമ്മൾ ഈ ഡോറ് തുറക്കുന്ന സമയത്ത് നമ്മുടെ കൈ തട്ടിയാണ് ഈ ഇങ്ങനെയുള്ള സ്ക്രാച്ചുകൾ ഉണ്ടാകുന്നത്. ഇത് നമ്മൾ എത്ര കഴുകിയാലും ഇത് പോയി കിട്ടത്തില്ല. നമ്മളിത് ഷോറൂമുകളിലേക്ക് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ ഫുൾ പെയിന്റ് ആയിട്ട് അവർ ചെയ്യത്തുള്ളൂ. അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാകും. സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് ക്യാഷ് കയ്യിൽ നിന്ന് പോകും. പേടിക്കേണ്ട, നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം വെച്ച് തന്നെ നമുക്ക് ഇതിന്റെ കറകളൊക്കെ മാറ്റിയെടുക്കാം. നോക്കി, ഈ ഗ്യാപ്പിലൊക്കെ നോക്കും, നല്ല അഴുക്കുണ്ട് ഈ ഗ്യാപ്പുകളിലെല്ലാം. അതുപോലെ നോക്കൂ, ഇത് ഏതെങ്കിലും വണ്ടികൾ കൊണ്ടുവന്ന് തട്ടിയതായിരിക്കും. നമ്മൾ പാർക്ക് ചെയ്തിട്ട് പോവും, മറ്റുള്ള വണ്ടികളൊന്നും തട്ടിയിട്ട് പോകും. നമുക്ക് ഇത് നോക്കാം. ഇതും ഇതിന്റെ ഈ കറയല്ല, ഈ പാട് മാറുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇത് പെയിന്റ് കട്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ഈ പാട് നമുക്ക് മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പക്ഷെ ഇത് ഒരുപാട്, സത്യം പറഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ തന്നെ ആദ്യമായിട്ടൊക്കെ കാണും. പുതിയ വണ്ടി വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് വലിയ സങ്കടം തോന്നുന്നത്. ഇതിപ്പം കുറെ കാലപ്പഴക്കം വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. എങ്കിൽ തന്നെയും നമുക്ക് ഈ കറ നമുക്ക് മാറ്റിയെടുക്കാം. നോക്കൂ, നമുക്ക് ഇതിനു വേണ്ടി വേണ്ട സാധനം എന്ന് പറയുന്നത് കോൾഗേറ്റ് ആണ്. നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന കോൾഗേറ്റ് ആണ്. നമ്മൾ ഈ കോൾഗേറ്റ് ആദ്യം കുറച്ച് ഇതുപോലെ ഇച്ചിരി എടുക്കുക. കുറച്ചെടുത്താൽ മതി, കൂടുതൽ എടുക്കണ്ട. എടുത്തിട്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഒന്ന് തേച്ച് കൊടുക്കണം. ഇപ്പം തന്നെ നമുക്ക് തേച്ചപ്പോൾ തന്നെ അതിന്റെ ആ കറകൾ ഏകദേശമൊക്കെ പോയിട്ടുണ്ട്. ഒന്ന് തേച്ച് കൊടുക്കണം. നോക്കൂ, ഇത് നോക്കൂ. ഇതെനിക്ക് തോന്നുന്നു പെയിന്റ് ചെറുതായിട്ട് കട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്കിത് മാറുമോ എന്ന് നമുക്ക് നോക്കാം. ഒന്ന് നല്ലപോലെ തേച്ച് നല്ലപോലെ തേച്ചൊന്ന് പിടിപ്പിക്കണം. നമുക്ക് നോക്കാം പെയിന്റ് കട്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വയ്യ. നല്ലപോലെ തേച്ച് കൊടുക്കണം. കോൾഗേറ്റ് ഇട്ടതിന് ശേഷം നല്ലപോലെ തേച്ച് കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ വണ്ടിക്കകത്തൊക്കെ ഈ സ്ക്രാച്ചുകളൊക്കെ പറ്റുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. നമ്മളിത് തേച്ച് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ആയിട്ടില്ല, ഏകദേശം 1 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു വെള്ള തുണി എടുത്തിട്ട് അതൊന്ന് നനച്ചു കൊടുക്കണം, ചെറുതായിട്ട് നനച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് തുടച്ചു നോക്കാം, അഴുക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, അഴുക്ക് പോകുന്നുണ്ടോ? അഴുക്ക് നല്ലതുപോലെ പോകുന്നുണ്ട്. ഇനി നമ്മൾ ആ ഹാൻഡിൽ തട്ടുന്ന ഭാഗത്ത് കണ്ടോ, നല്ല നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട്. നോക്കൂ, പിന്നെ ഈ പെയിന്റ് കട്ടായതൊന്നും പോകുന്നില്ല, അത് കുഴപ്പമില്ല. എന്നാലും നല്ല വൃത്തിയായിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോഴേ ഇത് ബോധ്യപ്പെടും. നല്ല വൃത്തിയായിട്ടുണ്ട്. നോക്കൂ, ഇവിടെ നോക്കൂ, നല്ല അഴുക്കൊട്ടുമില്ല. ഇത് പിന്നെ വലിയ പെയിന്റ് കട്ടായതാ, കുഴപ്പമില്ല. നമ്മൾ ചെറിയ അഴുക്കുകളെല്ലാം പോകുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കോൾഗേറ്റ് തേച്ച് വെച്ചതാണ്. ഇത് നല്ല പാടുള്ളതാണ്. നല്ല പാടുണ്ട് ഇതിന്. നോക്കൂ, നമുക്കിനി ഒന്ന് തുടച്ചു നോക്കാം. കണ്ടോ എന്ത് നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല മാറ്റമുണ്ട്. നമുക്ക് ഇപ്പൊ ആ പാടുള്ളതായിട്ട് നമുക്ക് അറിയാനേ പറ്റത്തില്ല. ഇനി നമുക്ക് ഇത് നോക്കൂ, ആദ്യത്തെ ഭാഗം നമ്മുടേത് തുടച്ചെടുത്തതാണ്ട്. നോക്കൂ, ഇവിടെ ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, എന്നാലും അത് നല്ലപോലെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നോക്കാം, തുടച്ചെടുക്കുന്ന നോക്കാം. ഇത് നല്ല സ്ക്രാച്ച് പറ്റിയിട്ടുണ്ട്. നല്ല സ്ക്രാച്ച് പറ്റിയിട്ടുണ്ട്. നല്ല ഏകദേശം ഇത്രയൊക്കെ പോയി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഷോറൂമിൽ നോക്കൂ, ഇത്രയും പോയിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് തുടച്ചു നോക്കാം. കുറച്ചും കൂടെ കോൾഗേറ്റ് ഇട്ടിട്ട് തുടച്ചു നോക്കാം. ഇതെനിക്കൊന്ന് നല്ല സ്ക്രാച്ചാണെന്ന് തോന്നുന്നു. എന്നാലും വൃത്തിയായിട്ടുണ്ട്, ഒരുവിധം വൃത്തിയായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യത്തെ ഭാഗം നല്ലതുപോലെ പോയിട്ടുണ്ട്.
അത് എന്നാലിപ്പോൾ ആ പഴയ വൃത്തിയേടൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് കേട്ടോ. മാറിയിട്ടുണ്ട്, ഏകദേശം ഒരു 70% മാറിയിട്ടുണ്ട്. ഇവിടുത്തെ നമ്മൾ ഫുള്ള് അങ്ങ് മാറി കേട്ടോ, നല്ല വൃത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഡോറിന്റെ ഈ ഭാഗത്ത് തുടയ്ക്കുകയാണ് കേട്ടോ, നമുക്ക് നല്ലതുപോലെ പോകുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ പുതിയ ഇതല്ലാതെ വേറെ ഏതെങ്കിലും മാർഗങ്ങൾ അറിയാവുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസ് കാണുന്ന നമ്മുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരു ആശ്വാസമായി കിട്ടും. വേറെ ഏതെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ.